ആർഷോ ചേരുന്നു. ആർഷോ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു വലിയ ഗുണ്ടാ സംഘമാണ് അവിടെ എത്തിയിരുന്നത് എന്ന് മനസ്സിലാവും. എല്ലാവിധ ആയുധങ്ങളും മുളവടിയും അതുപോലെ തന്നെ ഇരുമ്പ് ദണ്ടുമൊക്കെ ആയിട്ടാണ് തറയിൽ വീണ് കിടക്കുന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെ ഇവർ ആക്രമിക്കുന്നത്. ആർഷോ, ആ വിദ്യാർത്ഥി ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെ നടന്ന ആക്രമണമാണ് അത് എന്നുള്ളതിനെ സംബന്ധിച്ച്. കാരണം ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരൊറ്റ വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ 10 മുകളിൽ ആളുകൾ ചേർന്ന് അതിക്രൂരമാമിതം തലക്കടിക്കാണ് ഇരുമ്പ് ദണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അതായത് ആ വിദ്യാർത്ഥി കൊല്ലപ്പെടണം എന്ന ഒറ്റ ലക്ഷ്യവുമായിട്ട് നടത്തിയിട്ടുള്ള ആക്രമണം ഒരു നിലയ്ക്ക് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത നിലയിലേക്കുള്ള ആക്രമണ പരമ്പരയ്ക്കാണ് ഈ കൂട്ടർ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ഘട്ടം എത്തുമ്പോഴേക്കും അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന് അതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ മുഴുവൻ പുറത്തു വന്ന് ഈ ഘട്ടത്തിലും ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥി കേരളവർമ്മ കോളേജിലെ സുബയുടെ യൂണിറ്റ് ഭാരവാഹിയായിട്ടുള്ള ആശിഷ് ഈ ഘട്ടത്തിലും ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇതിന്റെ ദൃശ്യങ്ങൾ ഇന്ന് വ്യക്തമാകുന്നത് അല്ലെങ്കിൽ ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളത് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ, ആ ജില്ലക്കകത്തെ KSUവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ജില്ലാ പ്രസിഡന്റ് തന്നെ ഇരുമ്പ് വടിയുമായി അക്രമ പരമ്പരയ്ക്ക് നേതൃത്വം കൊടുക്കണം. അങ്ങനെ നേതൃത്വം കൊടുത്ത ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് KPCC പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കെതിരായിട്ട് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ നിയമ നടപടിക്കപ്പുറത്തേക്ക് ആ സംഘടന അവർക്കെതിരെ എന്ത് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. ആ സംഘടന ഇപ്പോഴും അവരെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചയാളെ പ്രൊട്ടക്ട് ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും കൊടുക്കുന്നു എന്നുള്ളത് പൊതുസമൂഹം സ്വാഭാവികമായും ചോദ്യം ചെയ്യേണ്ടുന്നതാണ്. ഇത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. ഇതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ ഉയർന്നു വരുന്ന നിലയുണ്ടാകുമെന്നുള്ളതാണ്. ആർഷോ, ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ധീരജിനെ കൊലപ്പെടുത്തിയ സമയത്ത് നിഖിൽ പൈലിക്ക് കിട്ടിയ സ്വീകാര്യത നമ്മൾ കണ്ടതാണ്. KPCCയുടെ അധ്യക്ഷൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് ധീരജ് ഇരന്നു വാങ്ങിയ താണ് എന്നാണ് അയാൾ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. അതേപോലെ അക്രമികൾക്ക് എല്ലാ സംരക്ഷണവും നൽകുന്ന, അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം തന്നെയാണ് കോൺഗ്രസും KSUവും എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. വിദ്യാർത്ഥി സംഘർഷങ്ങൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ക്രൂരമായി ഇരുമ്പ് വടിയും അതും തറയിൽ നിലത്ത് വീണ് കിടക്കുന്ന ഒരാളെ ഇത്രയും ക്രൂരമായി മർദ്ദിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം അക്രമാസക്തമായ ഒരു മനസ്സ് അവർക്കുണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ലേ? തീർച്ചയായിട്ടും ഈ കൂട്ടരെ ആകെ സംരക്ഷിച്ച് നിർത്തി വീണ്ടും നിരന്തരം ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിനകത്ത് പുതിയ നിഖിൽ പൈലിമാരെ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇതിനോട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമീപനം, ഈ ഒരു വിഷയം ഉണ്ടായി നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ, തിരിച്ച് ഇതൊന്നും വേണ്ട, സഭയുടെ ജില്ലാ ഭാരവാഹിയൊന്നും വേണ്ട, ഒരു യൂണിറ്റ് കമ്മിറ്റി മെമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് SFIയുടെ പൊടി പിടിച്ച സംഘടനാ പ്രവർത്തനം നടത്തിയ ഏതെങ്കിലും ഒരാളാണ് ഇത്തരത്തിലൊരു ക്രൈമിന്റെ ഭാഗമാകുന്നത് എങ്കിൽ ഏത് നിലയിലായിരിക്കും കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ അതിനോട് പ്രതികരിക്കുക എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതിപ്പോ 2-3 ദിവസം കഴിഞ്ഞു, മനസാക്ഷിയുള്ള മനുഷ്യരെ ആകെ പ്രയാസത്തിലാക്കുന്ന ദൃശ്യങ്ങളെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ആ വിധത്തിലുള്ള അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയിട്ടുള്ളത്. എന്നാൽ ആ അക്രമ സംഭവങ്ങളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള കവചം തീർക്കുന്നതിന് വേണ്ടി കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുണ്ടല്ലോ, അത് ഉൾപ്പെടെ കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധവും പ്രതികരണവും പൊതുസമൂഹത്തിനകത്ത് ഉണ്ടായി വരേണ്ടതായിട്ടുണ്ട് എന്നുകൂടി സൂചിപ്പിക്കാൻ വേണ്ടി അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നന്ദിയായി PM ആർഷോ, SFI സംസ്ഥാന സെക്രട്ടറി, പ്രതികരിച്ചതിന്.